പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജൂൺ 23 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. സ്കൂളിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട്, ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട്. കർത്താവ്, സ്കൂളൊക്കെ തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ പല തരത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രബിൾസോട് പോകുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ. അധ്യാപകർക്കായാലും ശരി, കുട്ടികൾക്കായാലും ശരി, ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ. ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അവരുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വാങ്ങിക്കാൻ മോനെ എന്നൊക്കെ അപ്പനും അമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് സ്കൂളുകളിൽ, ചെറിയ ക്ലാസ്സിലായിരിക്കും വലിയ ക്ലാസ്സിലൊക്കെ. അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലാം
മനസ്സിൽ പിടിച്ച് നിങ്ങൾ ആരെയും കൊച്ചാക്കി കാണരുത്. നിങ്ങൾക്ക് ഇങ്ങനൊരു കാലം ഉണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ആവശ്യകതകളോടുകൂടി നിങ്ങൾ സന്തോഷത്തോട് യോജിച്ച് അവരെല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം. ആരെയും വേദനിപ്പിക്കുകയോ മാതാപിതാക്കന്മാരെ കൊച്ചാക്കുകയോ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വരുമ്പോൾ ചവിട്ടിത്തുള്ളി തോന്നിവാസം പറയുകയോ ചെയ്യരുത്. നിങ്ങൾക്കൊരു കാലം ഉണ്ടാകുമെന്ന് ഓർത്തേക്കണം. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരെയും മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടും വായ്പ ചൊറിച്ചു പോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് തനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ, തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലും ഉള്ളവർ ഓരോ മേഖലകളിലും തങ്ങൾ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. കർത്താവേ, അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവർ എത്തിക്കുന്ന നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായികൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായമായ മക്കളെ കർത്താവെ, ഈ വർഷകാലം കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇപ്പോൾ കല്യാണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈശോയെ, അതിനുള്ള വഴികൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാവരുടെയും ഉദ്യമങ്ങളെ, ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ, ഫിക്സ് ചെയ്ത കല്യാണങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സാമ്പത്തികമായ ഉദ്യമങ്ങളെ, ഭവനരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് വീടില്ലാത്ത കച്ചവടം നടക്കാത്തവരുണ്ട്. ഈശോയെ, ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല, കടയിലേക്കാരും വരുന്നില്ല, കച്ചവടം നടക്കാത്തവരുണ്ട്. ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിച്ച് ഒക്കുന്ന കല്യാണങ്ങൾ കർത്താവ് പിന്നീട് ഒരിക്കലും പിരിയാനോ മനസ്സമ്മതത്തിൽ കർത്താവെ അതിനുശേഷം ആരും ചതിയിൽ വീഴാതിരിക്കാൻ, പരസ്പരം പറ്റിക്കാതിരിക്കാനും അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ സ്വസ്ഥതയും സമാധാനം ജീവിക്കാനും കർത്താവെ കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ. അതെന്താണെന്ന് അറിയത്തില്ല. ഒടിഞ്ഞ കാലിലേക്ക് കാണുന്നു. എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്നു കർത്താവെ. വഴിയാത്രക്കാരെ ആസ്വദിക്കുന്നു, വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിനെ ആസ്വദിക്കുന്നു കർത്താവ്. റോഡിൽ കുണ്ടും കുഴിയും വെള്ളത്തിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ജാമിലും മനസ്സ് മടുത്ത് മനസ്സിൻ്റെ സമനില തെറ്റി വണ്ടി ഓടിക്കുന്നവരുണ്ട്. ഈശോയെ, എത്ര ഇരച്ചു തള്ളി കയറാനുള്ള രോഗിനെയും കൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരെയും സന്ധിക്കണമേ, എല്ലാവരെയും സംരക്ഷിക്കണമേ. എല്ലാവരുടെയും പൊട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയാൽ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കാം എന്ന് പറയുമ്പോൾ യാക്കോബ് പറയും. അങ്ങനെ ആദിമസഭയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു, ഭയങ്കര വിശ്വാസം, പണ്ടാര വിശ്വാസം, പക്ഷേ സീറോ ആയിട്ടുള്ള ആക്ഷനാണ്. അതുകൊണ്ടാണ് നിൻ്റെ വിശ്വാസം നീ കാണിക്കുക, എൻ്റെ പ്രവൃത്തി ഞാൻ കാണിക്കാവുന്ന. യാക്കോബ് 2:18. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഞാൻ എന്റെ പ്രവൃത്തികൾ വഴി എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം. വിശ്വാസത്തിൽ വളരുന്നു, പക്ഷെ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല. അത് ഇത് ഒരു ആത്മീയ നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസമാണ്. വിശ്വാസത്തിൽ വളരുന്നു, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ കാണുന്നില്ല. അപ്പം അത് ആ വിശ്വാസം എന്തു ചെയ്യും? അത് ഇപ്പോഴല്ല, പണ്ട് മുതലേ ഈ ബൈബിളിന് ഭയങ്കരമായിട്ട് വിസ്തരിക്കപ്പെടുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് യാക്കോബൊക്കെ പറയും വിശ്വാസത്തിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരണമല്ല. എന്താ സംഭവം? പ്രവൃത്തികളാണ് നീതീകരിക്കപ്പെടുന്നതൊക്കെ പറയും അല്ലേ? യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ്
പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമേ അവിടെയും ഒരു ഗ്രഡേഷൻസ് ആണ് വരണത്. വിശ്വാസം നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ബൈബിൾ പറയണില്ല, പക്ഷേ നീതീകരിക്കപ്പെടുന്ന എന്നുള്ളതിൻ്റെ ലംസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻസ് എന്ന് പറയണത് അത് ഏറ്റവും അറുതിയിലാണ് കിടക്കുകയാണ്. അപ്പോൾ ലൂക്ക 12:48 അതുപോലൊരു വചനമാണ്, വായിച്ചോളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെ മരിച്ചു പണി ചെയ്യണതിൻ്റെ കാര്യം. എന്നിട്ട് കുഞ്ഞുനാൾ നല്ല കാലത്ത് തന്നെ കർത്താവ് അതിനെ ദൈവവിളി തിരിച്ചറിഞ്ഞു. പിന്നെ ദൈവവിളിയിലേക്ക് വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതക്കാർക്ക് കിട്ടുന്ന കൂടെ സമയം ഞങ്ങൾക്ക് കിട്ടണില്ലേ. കുടുംബജീവിതക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ജോലി, അവരുടെ ഓവർ ടൈം, പിന്നെ അവരുടെ കടങ്ങൾ, വീട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് പിന്നീട് സമയം കിട്ടുന്നത്. അവർ എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു ഏൺ ചെയ്യുന്നവരെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്താ കാര്യം, അവർ ആ ഒരു ഫോർമാറ്റ് നിന്നുകൊണ്ട് തന്നെ കർത്താവ് ഒരു സമയം ദൈവത്തിന് വേണ്ടി നിശ്ചയിക്കാതെ എല്ലാ സമയവും ദൈവത്തിനുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ ഞങ്ങളുടെ കണക്ക് പുസ്തകം വെച്ച് കഴിയുമ്പോൾ കർത്താവ് പറയും, അവർക്ക് ടൈം കുറച്ചാണ് കൊടുത്തത്, പക്ഷെ അവർ ഓട്ടി അടിച്ച് നിങ്ങളൊക്കെ കവർ ചെയ്ത് നോൺസെൻസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും. നമ്മൾ വിചാരിക്കും സമ്പത്താണോ അതുപോലെ തന്നെ ആളാണോ അർത്ഥമാണോ എന്നല്ല, അവസരങ്ങളാണ്. ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് അവസരങ്ങൾക്കൊത്ത് കൃപയാർജിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് ശരിക്കും. അപ്പം ശരിക്കും അവസരങ്ങളുണ്ട്, അതാണ് അധികം ഏൽപ്പിക്കപ്പെട്ടതാണ്. അവസരങ്ങൾക്കൊത്ത് ആത്മീയമായി ഉയരുന്നുണ്ടോ, അതാണ് ചോദ്യം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.